നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണു സുധി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലാണെന്ന വാർത്ത അടുത്തിടെ രേണു തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. നിലവിൽ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി ഘട്ടങ്ങളിലൂടെയാണ് രേണു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതീവ ആത്മവിശ്വാസത്തോടെ രോഗത്തോട് പൊരുതുന്ന രേണുവിന് മലയാള സിനിമ സീരിയൽ രംഗത്തിൽ നിന്നും ആരാധകരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം സുധി എന്ന നടന്റെ ഭാര്യയായി പ്രേക്ഷകർ പരിചയപ്പെട്ട രേണു സുധി എന്ന രേഷ്മ തങ്കച്ചൻ ഭർത്താവിന്റെ വിയോഗശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി. ഇവർ നിരവധി ഷോർട്ട് ഫിലിമുകളിലും യൂട്യൂബ് ആൽബങ്ങളിലും മറ്റും അഭിനയിച്ചു. അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു ഫലം. ഒരു വിധവ ഇങ്ങനെ ആനന്ദിച്ച് ഉല്ലസിച്ച് ജീവിക്കാമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. അവരെയെല്ലാം കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി രേണു നേരിട്ടു. മൂത്ത മകൻ എന്ന് രേണു പലകുറി വിളിച്ച കിച്ചുവുമായി പോലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. കിച്ചുവും സുധിയും മാത്രമുള്ള ലോകത്തേക്ക് രേണു അമ്മയുടെ റോളിലേക്കാണ് വരുന്നത്. 20കളിൽ മാത്രം പ്രായമുള്ള രേണു 11 വയസ്സുകാരനായ ഒരു മകന്റെ അമ്മയായി കൂടി മാറണമായിരുന്നു. അധികം വൈകാതെ തന്നെ രേണുവിനും സുധിക്കും ഋതുൽ എന്നൊരു മകൻ കൂടി പിറന്നു. കിച്ചുവിന്റെ കയ്യിലിരുന്ന കൊച്ചു കുഞ്ഞിനായിട്ടാണ് തുടക്കത്തിൽ ഏവരും ഋതപ്പൻ എന്ന ഓമനപ്പേരുള്ള ഋതുലിനെ കാണുന്നത്. സുധിയുടെ വിയോഗശേഷം ഈ സഹോദരന്മാർ ഒരിടത്ത് ആയിരുന്നില്ല താമസം. ഇളയ കുഞ്ഞ് രേണു സുധിയുടെ കൂടെ അവരുടെ വീട്ടിലായിരുന്നു താമസം. കിച്ചു കൊല്ലത്ത് സുധിയുടെ വീട്ടിലും. അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഇടയിലായിരുന്നു രേണുവിന് രോഗം സ്ഥിരീകരിക്കുന്നത്. ആദ്യ കീമോയ്ക്ക് ശേഷം രേണു സുധിയുടെ ശാരീരികാവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതിനാൽ തന്നെ ഛർദിയും അവശതകളും കൂടിയതിനാൽ ICUയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. കീമോ മരുന്നിന് നൽകുന്ന ക്ഷീണവും അവശതയും ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ലെന്ന് രേണു തന്നെ വ്ലോഗിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ICUവിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അറിയിച്ചുള്ള റീൽ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് രേണു. മകൻ ഋതുലിന് ഒപ്പമായിരുന്നു വീഡിയോ. തന്റെ രണ്ടാമത്തെ കീമോതെറാപ്പി ഈ വരുന്ന 9-ാം തീയതിയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നും രേണു കുറിക്കുന്നുണ്ട്. ആദ്യ കീമോയ്ക്ക് ശേഷം രേണു മുടി പൂർണ്ണമായും മുറിച്ചു മാറ്റിയിരുന്നു. അതിനാൽ തന്നെ രേണുവിന്റെ പുതിയ രൂപം കാണുന്നത് ആരാധകർക്കും വേദനയുള്ള കാര്യമാണ്. മകനൊപ്പമുള്ള വീഡിയോയ്ക്ക് പതിവ് പോലെ പോസിറ്റീവും നെഗറ്റീവുമായ കമന്റുകളാണ് വന്നിരിക്കുന്നത്. അസുഖം വന്ന ശേഷമാണ് രേണു മകനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചു തുടങ്ങിയതെന്നും ആ കുഞ്ഞ് അമ്മയുടെ സ്നേഹവും സാമീപ്യവും അനുഭവിച്ചു തുടങ്ങിയതെന്നും ചിലർ കുറിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ആ കൊച്ചിന്റെ കൂടെ കണ്ടല്ലോ സന്തോഷം. അസുഖം വന്നപ്പോൾ ആ കുഞ്ഞിന് ഒരു ഉമ്മ കിട്ടി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ക്യാമറയും ഫ്രണ്ട്സും ഫാൻസും ഒന്നും കൂടെ കാണില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് വാങ്ങാനും ക്ഷമയോടെ കാത്തിരിക്കാനും സ്നേഹം തരാൻ എല്ലാം സ്വന്തം കൂടപ്പിറപ്പുകളും അച്ഛനും അമ്മയും മാത്രമേ കാണുകയുള്ളൂ എന്നുമൊക്കെയായിരുന്നു കമന്റുകൾ. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്ര മര്യാദയോടെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത്. ഇതേ ഭാവം അസുഖം വരുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്ത വീഡിയോകളിൽ കാണിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അനാവശ്യ തെറിവിളികൾ ഒന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നായിരുന്നു രേണുവിനെ വിമർശിക്കുന്നവർ കുറിച്ചിരിക്കുന്നത്. കഠിനമായ വേദനകൾക്കിടയിലും മോന്റെ മുന്നിൽ രേണു ചിരിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ചില മാതാപിതാക്കൾക്ക് ഇതൊരു പ്രഹസനമായി തോന്നാം. പക്ഷേ ഉള്ളിൽ നീറിക്കൊണ്ട് പുറമെ ചിരിക്കുന്ന ഒരമ്മയുടെ അവസ്ഥ ആ അമ്മയ്ക്ക് അറിയുകയുള്ളൂ. എല്ലാം ഭേദമായി ഉടനെ തന്നെ തിരികെ എത്തും. കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിന് ബലം നൽകുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയാണ് രേണുവിനെ പിന്തുണച്ചുകൊണ്ടുള്ളവർ കുറിച്ചിരിക്കുന്നത്. അതേസമയം കിച്ചു കഴിഞ്ഞ ദിവസം രേണുവിനെയും കുടുംബത്തെയും കാണാൻ വേണ്ടി ചെന്നിരുന്നു എന്നതും ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്ന വാർത്തയാണ്. 11 വയസ്സ് മുതൽ താൻ നോക്കി വളർത്തിയ കിച്ചു സുധി കാണാൻ വന്നില്ലെന്ന് രേണു സുധി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. രേണുവിനെ കാണാൻ കിച്ചു വന്നിരുന്നു, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മറുപടിയുമായി എത്തിയത് രേണുവിന്റെ സുഹൃത്തായ സജീനയായിരുന്നു. ലൈവിൽ വന്ന സമയത്ത് അതേക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ ഏറെയും. അവരെ വിളിച്ചു നോക്കിയതിനു ശേഷം അറിയിക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. വൈകുന്നേരമായപ്പോൾ കിച്ചു രേണുവിന്റെ വീട്ടിൽ പോയിരുന്നു. ആശുപത്രിയിലേക്ക് അല്ല പോയിരുന്നത്, വീട്ടിലേക്കാണ് വന്നത്. സുധിച്ചേട്ടന്റെ ചേട്ടൻ സുനിലിന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു. ഋതുലിന്റെ കൂടെ കുറെ സമയം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരികെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാണ് സജീന പറയുന്നത്. രേണുവിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. പോയാൽ കാണാൻ പറ്റുമോ എന്ന കാര്യവും സംശയമായിരുന്നു. ഒത്തിരി വൈകിയാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. ഇനി വരാമെന്ന് പറഞ്ഞാണ് പോയതെന്നും സജീന പറയുന്നുണ്ട്. അടുത്ത കണ്ടന്റ് കൊണ്ട് വന്നു എന്ന് പറയുന്നവരോട് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. കണ്ടന്റിന് വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട്. അതൊന്ന് കാണേണ്ട എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. അതുകൊണ്ട് നെഗറ്റീവുമായി ആരും വരേണ്ട. ആളും തരവും അറിഞ്ഞു വേണം സംസാരിക്കാൻ. ഇങ്ങോട്ട് പണി വന്നാൽ അങ്ങോട്ടും കിട്ടും. രേണുവിനെ കുറിച്ചുള്ള വിവരം അറിയിക്കാനായി ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. രേണുവിന്റെ ചേച്ചിയും പപ്പയും എന്നെ വിളിക്കാറുണ്ട്. കാര്യങ്ങൾ അറിയാൻ ഞാനും അവരെ വിളിക്കാറുണ്ട് എന്നുമായിരുന്നു സജീന പറഞ്ഞത്.